ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു ചുരിദാറിൻ്റെ പാൻറ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളതാണ് കാണിക്കുന്നത്. ഈ ഒരു ഒറ്റ പാൻറ് നിങ്ങൾ മെഷർമെൻറ്റ്സ് എടുത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലാസോ, നോർമൽ പാൻറ്, സ്ട്രൈറ്റ് പാൻറ് അല്ലെങ്കിൽ ആംഗിൾ പാൻറ്, സിഗരറ്റ് കട്ട് പാൻറ് ഇതെല്ലാം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയിപ്പോൾ ഇരിക്കുമ്പോൾ കംഫർട്ടായിട്ട് ഇരിക്കുക, അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ടൈറ്റായിട്ട് അങ്ങനെയൊക്കെ ഇരിക്കാതെ കംഫർട്ടായിട്ട് ഇരിക്കാനും, പിന്നെ ചില ആളുകൾക്ക് ഉണ്ടാവില്ലേ കാല് കയറി പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അടിപൊളിയായിട്ട് ഒരു പാൻറ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മൾ തയ്ക്കാനുള്ള തുണിയെ നമ്മൾ രണ്ടായിട്ടാണ് മടക്കിയിട്ടുള്ളത്. ഓപ്പൺ ഭാഗം നമ്മുടെ വശത്തേക്ക് ആയിട്ടാണ് ഞാനിതിൽ മടക്കിയിട്ടിട്ടുള്ളത്. പൊതുവേ നമ്മൾ 4 ആയിട്ടാണല്ലോ മടക്കിയിടുക, ഇത് ഞാൻ 2 ആയിട്ടാണ് ഞാൻ മടക്കിയിട്ടിട്ടുള്ളത്. ഞാൻ പാൻറ്റിൻ്റെ ഫ്രണ്ട് പാർട്ടാണ് ആദ്യം ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുന്നത്. തുണിയുടെ മുകളിൽ ഞാൻ നമ്മുടെ മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഫുൾ ലെങ്ത് ആയിട്ട് 42 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തു. അപ്പോൾ ഫുൾ ലെങ്ത്തിൻ്റെ സൈഡിലൂടെ ഞാൻ ഇതുപോലെ ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ക്ലോത്തിൻ്റെ തേരുവശമാണ്, അതിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് ഒരു വൃത്തിയിൽ വരില്ല. അടുത്തതായി ഹിപ്പ് ലൂസാണ് മാർക്ക് ചെയ്യുന്നത്, അതായത് നമ്മുടെ അരവണ്ണം. അപ്പോൾ ഇവിടെ ഹിപ്പ് ലൂസായിട്ട് കണക്കാക്കുന്നത് 36 ഇഞ്ചാണ്. ഇനി ആ 36നെ 4 കൊണ്ട് ഹരിക്കുക. 36നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 9 കിട്ടും. ആ 9ൻ്റെ കൂടെ 1 ഇഞ്ച് കൂടി ആഡ് ചെയ്യുക, അപ്പോൾ നമുക്ക് 10 കിട്ടും. ആ 10 ഇഞ്ചാണ് ഞാൻ ഹിപ്പ് ലൂസായിട്ട് അവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് ക്രോച്ച് ലെങ്ത് ആണ് മാർക്ക് ചെയ്യുന്നത്. ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫുൾ ലെങ്ത്തിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത് എത്രയാണോ അതാണ് നമ്മുടെ ക്രോച്ച് ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത്. ഞാനിവിടെ ഫുൾ ലെങ്ത് ആയിട്ട് എടുത്തത് 42 ഇഞ്ചാണ്. 42 ഇഞ്ചിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 14 ഇഞ്ച് കിട്ടും. ആ 14 ഇഞ്ചിലേക്ക് ഞാനൊരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു. ഇനി ആ 14 ഇഞ്ചിൽ നിന്ന് അപ്പുറത്തേക്ക് ഒരു 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ക്രോച്ച് ലെങ്ത്തിൽ നിന്ന് നമുക്കൊരു കർവ് വരച്ചു കൊടുക്കേണ്ടി വരുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. തടി ഉള്ളവരാണെങ്കിൽ 2.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം, കുട്ടികളാണെങ്കിൽ 1.5 ഇഞ്ച് വരെ മാർക്ക് ചെയ്താൽ മതി. ഞാനിവിടെ നിന്നൊരു 2 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ നമ്മുടെ പാൻറ്റിൻ്റെ താഴ്വശത്തെ ലൂസ്, കാൽമുട്ടിൻ്റെ അവിടുത്തെ ലൂസൊക്കെ കണക്കാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ മുകളിൽ ഇതുപോലെ ചെറിയൊരു ഡോട്ട് വരച്ചു കൊടുക്കുക. ഇത് നമ്മൾ മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റ് എടുക്കാൻ അറിയുമെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കാണിക്കുന്നത്. ഇനി നമ്മൾ ആ 2 ഇഞ്ച് മുതൽ നമ്മുടെ ആ ഒരു ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ബോർഡർ ഉണ്ടല്ലോ, അതുവരെ എത്ര ഇഞ്ചാണ് അല്ലെങ്കിൽ എത്ര അളവാണെന്നുള്ളതൊന്ന് നോക്കുക. 10 ഇഞ്ച് നമ്മുടെ ഹിപ്പ് ലൂസും 2 ഇഞ്ച് നമ്മുടെ ക്രോച്ചേരിയലത്തെ അളവും കൂടിയിട്ടാവുമ്പോൾ 10 + 2 12 ഇഞ്ച്. ആ 12ൻ്റെ പകുതി കാണുക 6 ഇഞ്ച്. ആ 6 ഇഞ്ച് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത്, നമ്മൾ ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത് 14 ഇഞ്ചിലാണ്. ആ 14 ഇഞ്ചിൽ നിന്ന് സ്കെയിൽ വെച്ചിട്ട് നമ്മൾ താഴത്തെ നമ്മുടെ ഫുൾ ലെങ്ത്ത് ഉണ്ടല്ലോ, നമ്മുടെ ബോട്ടം അളവ്, അതുവരെ ഇതുപോലെ ചെറിയ ഡോട്ടിട്ടൊന്ന് വരച്ചു കൊടുക്കുക. ഇനി നമ്മളിപ്പോൾ വരച്ചത് എത്ര ലെങ്ത്ത് ഉണ്ടെന്നൊന്ന് നോക്കുക. അത് കണക്കാക്കാൻ വളരെ എളുപ്പമാണ്. കാരണം നമ്മുടെ ഫുൾ ലെങ്ത്ത് 42 ഇഞ്ചാണ്, നമ്മൾ ക്രോച്ച് ലെങ്ത് ആയിട്ട് കണ്ടത് 14 ഇഞ്ചും. അപ്പോൾ 42 ഇഞ്ചിൽ നിന്ന് 14 ഇഞ്ച് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 28 ഇഞ്ച് കിട്ടും. ഇനി ആ 28ൻ്റെ പകുതി കാണുക. 28ൻ്റെ പകുതി കാണുമ്പോൾ നമുക്ക് 14 ഇഞ്ചാണ് കിട്ടുക. ആ 14 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 13 ഇഞ്ച് കിട്ടും. ആ 13 ഇഞ്ചിൽ വേണം നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഇനി ഈ 13 ഇഞ്ചിലും നമ്മൾ 6 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഈ 6 ഇഞ്ച് എവിടെ നിന്നാണ് കിട്ടിയെന്ന് മനസ്സിലായില്ലേ? നമ്മൾ നേരത്തെ മുകളിൽ ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ 6 ഇഞ്ച് ഇവിടെയും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഈ 6 ഇഞ്ചിൽ നിന്ന് 2 സൈഡിലേക്ക് നമ്മളൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ 4 ഇഞ്ച് എങ്ങനെയാണ് കിട്ടിയതെന്ന് വെച്ചാൽ, ഇതിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ഹിപ്പ് ലൂസ്, ഓരോരുത്തർക്കും ഹിപ്പ് ലൂസ് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഹിപ്പ് ലൂസ് എത്രയാണോ ആ ഹിപ്പ് ലൂസിനെ 2 കൊണ്ട് മൈനസ് ചെയ്യുക. അപ്പോൾ ഇവിടെ 10 ആയതുകൊണ്ട് തന്നെ 10ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 8 കിട്ടും. പിന്നീട് ആ 8ൻ്റെ പകുതി കാണുക. 8ൻ്റെ പകുതി കണ്ടാൽ 4. അപ്പോൾ ആ 4ആണ് അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലുമായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ പാൻറ്റിൻ്റെ താഴത്തെ അളവാണ് കണക്കാക്കുന്നത്. അവിടെയും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ആദ്യം 6 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ചെയ്യേണ്ടത്, ഈ 6ൽ നിന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നമ്മളൊരു 3 ഇഞ്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് ചെയ്യേണ്ടത്. ഓരോരുത്തർക്കും വ്യത്യസ്ത അളവായിരിക്കും. ഇവിടെ 3 ഇഞ്ച് എങ്ങനെയാണ് കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഹിപ്പ് ലൂസിന് 2 ഇഞ്ച് കുറച്ചപ്പോൾ നമുക്ക് 8 കിട്ടി. ആ 8ൻ്റെ പകുതിയായ 4ആണ് നമ്മൾ തൊട്ട് മുകളിലായിട്ട് 6ൻ്റെ അപ്പുറത്തെ സൈഡിൽ 4ഉം ഇപ്പുറത്തെ സൈഡിൽ 4ഉം ആയിട്ട് മാർക്ക് ചെയ്തത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം 10ൽ നിന്ന് 2 കുറയ്ക്കുക, അപ്പോൾ 8 കിട്ടും.
ആ 8ൽ നിന്ന് 2 കുറയ്ക്കുക, അപ്പോൾ നമുക്ക് ഉത്തരം 6 കിട്ടും. ഇനി ആ 6ൻ്റെ പകുതി കാണുക, അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3 ആണ്. ആ 3 ആണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഇത്ര തന്നെ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ബോറടിച്ച് കാണും. പക്ഷേ പെർഫെക്റ്റ് ആയിട്ടൊരു പാൻറ്റ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഇത്രയും അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ആ ക്രോച്ച് ഏരിയയിൽ ആ കർവ് ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് നമ്മുടെ ഹിപ്പ് ലൂസ് ഉണ്ടല്ലോ, അവിടെ നിന്ന് താഴേക്ക് ഒരു 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി ഇവിടെ നിന്നും ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ 14 ഇഞ്ചിൽ നിന്ന് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുള്ള ആ അളവുണ്ടല്ലോ, അതിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി സ്കെയിൽ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ നേരത്തെ രണ്ടാമത് മാർക്ക് ചെയ്ത ആ സ്ഥലം ഉണ്ടല്ലോ, അവിടേക്കൊരു ലൈൻ വരയ്ക്കുക. പിന്നീട് ആ പോയിന്റിൽ സ്കെയിൽ വെച്ചതിന് ശേഷം നമ്മൾ താഴെ നമ്മുടെ ബോട്ടം അളവിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. പിന്നീട് നമ്മൾ ക്രോച്ച് ഏരിയയിൽ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇതിന് ഒരു കർവ് ഷേപ്പിലുള്ള ഒരു സ്കെയിൽ ഉണ്ടായിരിക്കും, അതാണ് ഒന്നുകൂടെ ബെറ്റർ. എൻ്റെ കയ്യിൽ ഈ ഒരു സ്കെയിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതുകൊണ്ട് വരയ്ക്കുന്നത്. എന്നാലും കുഴപ്പമില്ല. ഇനി അവിടെ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മുടെ ബോട്ടമിലേക്കും കൂടി ഒന്ന് ലൈനായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഏരിയയിലെ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇനി ഒരിക്കലും വിചാരിക്കേണ്ട ഇനി ബാക്ക് പാർട്ടും ഇതുപോലെ ബുദ്ധിമുട്ടാവും എന്നുള്ളത്. പക്ഷേ ബാക്ക് പാർട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ബാക്ക് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്ത് വെച്ചില്ലേ, ആ ഒരു പീസിനെ നമ്മൾ 2 മടക്കിയിട്ടുള്ള തുണിയുടെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബോട്ടം അളവ് നമ്മൾ 10 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ 10 ഇഞ്ചിൽ നിന്ന് മുകളിലേക്കൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ ആ 10 ഇഞ്ചിൽ നിന്ന് അപ്പുറത്തേക്കും 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ അത് കറക്റ്റായിട്ട് കാണുന്നുണ്ടായിരിക്കും. ഇനി നമ്മൾ ആദ്യം ഫ്രണ്ട് പീസിൻ്റെ അവിടെ ക്രോച്ച് ലെങ്ത്തിൽ നിന്ന് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ, ആ 2 ഇഞ്ചിൻ്റെ അവിടെ ടേപ്പ് വെച്ചിട്ട് ഒരു 2.5 ഇഞ്ച് അപ്പുറത്തേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി സ്കെയിൽ ഉപയോഗിച്ചിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ വരച്ചു കൊടുക്കുക. ഓരോരോ പോയിന്റിലേക്കും ആദ്യം നമ്മൾ ബോട്ടമിൽ നിന്ന് മുകളിലേക്കൊരു 2 ഇഞ്ച് വരച്ചു. അവിടേക്ക് ഇതാ സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതുപോലെ ലൈന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്ത 10 ഇഞ്ചിൽ നിന്ന് സൈഡിലേക്ക് ഒരു 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. അത് ഇതുപോലെ ഡോട്ടായിട്ട് വരച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആ 2 മാർക്കിനൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഒന്ന് കയറ്റിയിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കുക. ഇപ്പോൾ അത് ആ 2 മാർക്കിങ്ങും ജോയിൻ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ആ ക്രോച്ചിൻ്റെ അവിടെ നിന്ന് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടേക്കും ഒന്നുകൂടെ ഒന്ന് വരച്ചു കൊടുക്കുക. കാരണം നമ്മൾ ബാക്ക് പീസിൽ ക്രോച്ച് ഏരിയ വരച്ചെടുക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യണത്. ഇങ്ങനെ വരച്ചെടുക്കുമ്പോൾ നമ്മുടെ ബാക്ക് പീസ് ഒന്നുകൂടെ വലുതായിരിക്കും ഫ്രണ്ട് പീസിനെ അപേക്ഷിച്ചിട്ട്. അത് വലുതാവുമ്പോഴാണ് നമുക്ക് പെർഫെക്റ്റായിട്ട് ഇരിക്കാനും ഒക്കെ പറ്റുന്നത്. ചിലപ്പോൾ നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഒരു വലിച്ചലൊക്കെ വരുമല്ലേ, അതൊന്നും ഇല്ലാതെ പെർഫെക്റ്റായിട്ട് ഇരിക്കാനും അതുപോലെ നമ്മുടെ പാൻറ്റ് മേലേക്ക് കീറി വരാതിരിക്കാനും ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അത് സാധിക്കുക. ഇപ്പം നമ്മൾ ഇത്രയും ഭാഗങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ നമ്മുടെ മുട്ടളവ് എന്ന് പറയും. കാരണം ഈ ഒരു ഭാഗത്ത് നമ്മൾ കൊടുക്കേണ്ട അളവ് എന്ന് പറയുന്നത് 2 ഇഞ്ചാണ്, 1.5 ഇഞ്ചാണ്. നമ്മൾ ക്രോച്ചിൻ്റെ അവിടെ 2.5 ഇഞ്ച് കൊടുത്തു, ഫ്രണ്ട് ഭാഗം ബാക്ക് ഭാഗം കട്ട് ചെയ്യുമ്പോൾ കേട്ടോ. പിന്നെ നമ്മുടെ ഈ മുട്ടളവ് എന്നാണ് ഇവിടുത്തെ ഒരു അളവിന് പറയുക. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഒരു 1.5 ഇഞ്ചാണ്. അവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തു. ഇനി നമ്മുടെ ബോട്ടത്തിൻ്റെ അവിടെ നമ്മൾ 1 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്, അവിടെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തു. ഇനി നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ആ ലൈൻസൊക്കെ ഒന്ന് നമ്മൾക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. കാണുമ്പോൾ ഈ ഒരു പാൻറ്റിൻ്റെ മെഷർമെൻറ്റ്സും കാൽക്കുലേഷൻസും ഒക്കെ കാണുമ്പോൾ എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. നമ്മളെല്ലാവരും പെട്ടെന്ന് ഈസി ആയിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണല്ലോ നമ്മൾ നോക്കുക എപ്പോഴും. പക്ഷെ നമ്മളെപ്പോഴും പെർഫെക്റ്റായിട്ട് ഒരാൾക്കൊരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ അടുത്തേക്ക് തന്നെ അവർ പിന്നീട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. അപ്പോൾ നമ്മൾ അങ്ങനെയല്ലേ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് പെർഫെക്റ്റ് ആയിരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ് കേട്ടോ. അപ്പോൾ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയൊരു ചുരിദാറിൻ്റെ പാൻറ്റിൻ്റെ മെഷർമെൻറ്റ്സ് ആണ് ഞാനിവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും മെഷർമെൻറ്റ്സ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ചെയ്യുക. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നമുക്കതിന് കിട്ടുന്ന റിസൾട്ട് നല്ലതാണെങ്കിൽ അത് ബെറ്റർ അല്ലേ. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കട്ടിങ് മാത്രമാണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എനിക്കറിയാവുന്ന ഉത്തരങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും കമൻറ്റിന് റിപ്ലൈ തരും. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്നേഹത്തോടെ, അശ്വതി.